ഹായ് ഗേസ്, അപ്പോൾ നമുക്കിന്നൊരു വീഡിയോ എടുക്കൽ കെട്ടിടി വിൽപ്പിയാണ്. ഷോപ്പിലെ കുറച്ച് മാലകൾ ഇട്ട് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് പഴയ ടൈപ്പ് മാലകളായതുകൊണ്ട് കുറച്ച് പഴയ രീതിയിലൊന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പം ആദ്യമേ തന്നെ ഈ സാരി എൻ്റെ വല്യമ്മേരെ ഒന്ന് അടിച്ച് മാറ്റിയതാണ്. കുറേ പഴയ സാരിയാണ്, പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ഇന്നും എനിക്ക് റോസ് ഹിപ്സർ ഒരു വീക്ക്നെസ് ആണ് കേസ്. അപ്പോൾ അത് ആദ്യമായിട്ട് കൊടുത്തു. പിന്നെ ഒരു സെറ്റ് ഓഫ് ലിൻ്റെ മോയ്സ്ചറൈസറും കൂടി ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ പ്രിപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഡാർക്ക്നെസ് സ്പോട്ട്സ് ഒക്കെ ഉള്ള ഭാഗത്ത് കൺസീലർ ഇട്ടതിന് ശേഷം സ്പഞ്ച് കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ മറന്നതുകൊണ്ട് മാത്രം കൈ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പ്രൊഫഷണൽ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേസ്, പക്ഷേ എന്ത് ചെയ്യാം, മറവി അത് സമ്മതിക്കുന്നില്ല. പിന്നെ ഈ കാര്യത്തിൽ ഞാൻ വളരെ കഴിവേറിയ ഒരാളായതുകൊണ്ട് ഞാൻ കൈവച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഫോറെവർ 52-ൻ്റെ ഒരു പൗഡർ ഇട്ടിട്ട് നമ്മൾ സാധാരണ പൗഡർ ഇടും പോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തൊരു വിരോധാഭാസമല്ലേ, ഇത് പ്രൊഫഷണൽ സാധനമാണ് ഗൈസ്, ഞാനിങ്ങനെ ഇട്ട് വെറുതെ ഇട്ട് കളിക്കുന്നത്. പിന്നെ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഐലിഡ്സ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഐബ്രോസ് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട് എൻ്റെ ഐബ്രോസ് എന്താ ഇങ്ങനെ പകുതി മുറിഞ്ഞിരിക്കുന്നതെന്ന്. ചിലർ കൺസേൺ ആയിട്ട് ചോദിക്കുന്നതാണ്, ചിലർ കളിയാക്കി ചോദിക്കുന്നതാണ്. കളിയാക്കി ചോദിക്കുന്നവരോട് പുച്ഛം മാത്രം. കൺസേൺ ആയിട്ട് ചോദിക്കുന്നവരോട് എനിക്ക് തൈറോയിഡുണ്ട്. തൈറോയിഡിന് വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ തൈറോയിഡുള്ള ആൾക്കാർക്ക് അറിയാം, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളതിൽ ഒരു മെയിൻ പ്രശ്നമാണ് നമ്മുടെ പിരികം പകുതി വെച്ചിട്ട് ഇങ്ങനെ പകുതി വെച്ചല്ല പൊഴിഞ്ഞു പോകും. ഏറ്റവും വിസിബിളായിട്ട് നമുക്ക് പകുതി വെച്ച് അതിങ്ങനെ മുറിഞ്ഞു പോകും പോലെ തോന്നും. ഒരു പഴയകാല മേക്കപ്പ് ലുക്ക് ആകുമ്പോൾ ഒരു വലിയ വട്ടപ്പൊട്ട് അത് നിർബന്ധ എന്ന് പറയില്ലേ. എൻ്റെ കയ്യിൽ വലിയ പൊട്ടില്ലായിരുന്നു ഗൈസ്. അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ച് അത് നന്നായിട്ടൊന്ന് വരച്ച് കൊടുത്ത് ഒരു ഇത്തിരി വട്ടമല്ലാത്ത രീതിയിൽ വന്നു. പക്ഷേ സാരമില്ല, നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ കണ്ണ് നന്നായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കാജലെടുത്ത് വാട്ടർ ലൈനിലും കൂടെ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വേണ്ട, ഇതിട്ട് നമ്മൾ പുറത്ത് പോകുന്നില്ല. 2-3 ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മളിത് മാറ്റുന്നത് കൊണ്ട് ഞാൻ സെറ്റിംഗ് സ്പ്രേ ഇത്യാദി സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. ഈ മാലയൊന്ന് ഇട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ഈ മാലയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ